മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സൈറ്റ് ഇപ്പോൾ ഓപ്പണാണ്. ഇനിയും കൊടുത്തിട്ടില്ലാത്ത കുട്ടികൾ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ നീറ്റ് റിസൾട്ടിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് ഇതിൻ്റെ ഇൻ്റർവ്യൂവിനും കമ്പ്യൂട്ടർ ബേസ് പരീക്ഷയ്ക്കും വേണ്ടി ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. നിങ്ങളെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയും മെഡിക്കൽ ഇൻ്റർവ്യൂ, CBT എന്നിവ നടത്തുകയും ചെയ്യും. കൂടുതൽ മാർക്കുള്ള കുട്ടികളെ ആദ്യം വിളിക്കും. അതുകൊണ്ട് കഴിയുന്നതും വേഗം ജോയിൻ ഇന്ത്യൻ ആർമി എന്ന സൈറ്റിൽ കയറുക. മിലിറ്ററി നഴ്സിംഗ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഓഫീസർ എൻട്രിയിൽ കൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. 8, 9, 10 സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ജനറൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അതുപോലെ റീസണിങ്, ഇംഗ്ലീഷ് എന്നിവ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് നിങ്ങളെ CBT എക്സാമിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ അതിനുശേഷം നടക്കുന്ന ഇൻ്റർവ്യൂ അത് പ്യുവർലി ഒരു മിലിറ്ററി സ്റ്റൈൽ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ മിലിറ്ററി പേഴ്സൺസിൻ്റെ ഒരു കോച്ചിങ് വളരെ നന്നായിരിക്കും. മിലിറ്ററി പേഴ്സൺസ് അതിൻ്റെ രീതികൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ തീർച്ചയായിട്ടും അതിനും കൂടെ ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കും. അതിനുശേഷം മെഡിക്കൽ കൂടെ കഴിഞ്ഞാൽ നീറ്റിൻ്റെ റിസൾട്ട്, അതുപോലെ CBTയുടെ മാർക്ക്, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക്, ഈ 3 മാർക്കും ചേർത്തിട്ട് ഇടുന്ന മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പിലുള്ള 220 പേരെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലുള്ള മിലിറ്ററി നഴ്സിംഗ് കോളേജുകളിൽ പഠിപ്പിക്കുകയും 4 വർഷത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് തന്നെ നിങ്ങൾക്ക് ജോലി നൽകുകയും ചെയ്യും. ഇത് പൂർണ്ണമായും 24 വയസ്സിൽ താഴെ പ്രായമുള്ള +2 പഠിച്ച ബയോളജി അടങ്ങുന്ന ഗ്രൂപ്പ് പഠിച്ച പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങളുടെ ഉയരം 152 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കണം. അതിനനുസരിച്ചുള്ള തൂക്കമുണ്ടായിരിക്കണം. മറ്റ് ശാരീരികമായ പ്രശ്നങ്ങൾ അഥവാ കണ്ണട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ കയറുക. കഴിയുന്നതും വേഗം ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.